മോളെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായിരുന്നു. അമ്മയില്ല. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. കിണറ്റിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ തൊടി ഇടിഞ്ഞു പോയതാ. തൊടിക്കൊപ്പം അമ്മയും മറിഞ്ഞുപോയി. അല്ലാ, കഷ്ടം. പിന്നെ ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടേ ഇല്ല ഉമ്മച്ചി. അയ്യോ, അന്ന് തൊട്ട് അച്ഛൻ വെള്ളപടി തുടങ്ങിയതാ. ഇനിയിപ്പോ എന്നെ പോലെ ഇരിക്കുന്ന ഒരു അനുജത്തിയുണ്ട്, പിന്നെ ഒരു അനുജനും. ഇവരൊക്കെ ജീവിക്കണമെങ്കിലേ ഞാൻ ഒരാള് ജോലിക്ക് പോണം. മോള് വിഷമിക്കണ്ടാ. മോള് ഇവിടത്തെ കുടുംബത്തെ പോലെ തന്നെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഉമ്മ, ഞാൻ ഇനി ഇവിടെ ഈ താഴെ കിടക്കണോ? ഉമ്മ, എനിക്ക് എന്റെ ഉമ്മയെ പോലെയാ. മോളൊരു കാര്യം ചെയ്യും, ഉമ്മാനോടെ തന്നെ കിടന്നു കേട്ടാ. ഞാൻ ഇവിടെ ഉമ്മ അവിടെ കിടക്കണ്ട, ഞാൻ ഇവിടെ കിടക്കാം. അല്ലെങ്കിൽ ഉമ്മ അവിടെ കിടന്നു, ഞാനും ഇവിടെ കിടക്കാം. ഈ കാലിലും ചെരുപ്പാണ്. പിന്നെ എന്തിന്റെ കേടാണ്? അത് വലിയ കാര്യമൊന്നുമില്ല ഉമ്മ. ഇവനെ എന്നെ കണ്ടപ്പോ തൊട്ട് എപ്പോഴും ഇങ്ങനെ ബഹളിയാ. ദേ വിളിക്കുന്നു. പിന്നെ മോളിവിടെ കിടന്നേ, നമ്മള് നോക്കിട്ട് കേട്ടാ. മോള് കിടന്നോ? ഉമ്മ, ഓ ഈ കലമട മുടിഞ്ഞു പോകും. എന്താണ് എന്താ കാര്യം? പുറത്തൂടാതെ പോയി ഉമ്മ. പുറത്താ? കറുത്ത തുണിയൊക്കെ തലവഴി ചുറ്റി അങ്ങോട്ട് പോയി ഉമ്മ. ഞാൻ പേടിച്ച് കിടുങ്ങി പോയി ഉമ്മ. അല്ലാ, അതെന്താ ഇതുവരെ ഇല്ലാത്ത സംഭവം? ഉമ്മ, അത് ബ്ലാക്ക് മാൻ ആണ് ഉമ്മ, ബ്ലാക്ക് മാൻ. കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളാരെയൊക്കെ ഉപദ്രവിക്കുന്ന ബ്ലാക്ക് മാൻ എന്നെ ഇനി ഉപദ്രവിക്കും. ഉമ്മ എന്റെ കൂടെ കിടക്കണം ഉമ്മ, എനിക്ക് പേടിയാണ് ഉമ്മ. കറുത്ത് തടിച്ചു. ഇനി പേടിക്കണ്ട, പേടിക്കണ്ട. എന്തായാലും ഈ ബ്ലാക്ക് മാൻ എന്തെങ്കിലും ആവട്ടെ. ബാ, നീ നമ്മുടെ റൂമിൽ കിടക്ക്. ബാ, മറ്റേ കൊച്ചിന്റെ മറ്റേ റൂമിൽ കിടക്കാം. ബാ, ബാ. ഉമ്മ, ഉമ്മ, എന്താ മോളെ? അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു നിലവിളി കേട്ടു. ആ ചെറുക്കന്റെ നിലവിളി. സത്യമാണോ നീ പറയുന്നത്? അതെ ഉമ്മ, ഞാൻ 2 പ്രാവശ്യം കേട്ടു. ഇന്നലെ വരെ അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്നിപ്പൊ പ്രശ്നം തുടങ്ങിയിരിക്കുന്നു. എന്റെ മോൻ അബുനെ പോലെ അല്ല അവൻ. അവന്റെ സ്വഭാവം അത്ര ശരിയല്ല. കുഞ്ഞിക്കാതർക്കിടെ എല്ലാ ദോഷവും അവനുണ്ട്. അവൻ ആ പെങ്കൊച്ച് കിടക്കുന്ന മുറി ചെന്ന് കാണും. അവൾ അവനെ എടുത്തിട്ട് അലക്കിയും കാണും. അതാ നിലവിളി കേട്ടത്. സത്യമാണോ ഉമ്മ? അതേന്നേ, ഞാൻ എത്ര കാലമായി ഇതൊക്കെ കാണുന്നതാ. ഇനി അവിടെ പല നിലവിളിയും കേക്കും. മോളതൊന്നും കാര്യമാക്കണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി ഉമ്മ. ആ ചെക്കൻ എന്തോ കൊണ്ട് പേടിച്ചതാണ്. അതെയോ? അവന്റെ പേടി മാറിയോ? ഓനോട് എന്റെ കൂടെ കിടന്നോളാൻ പറഞ്ഞു. ഓൻ പിഞ്ചു കുഞ്ഞല്ലേ മോളെ, 8ഉം 8ഉം തിരാത്തൊരു പാവം. അപ്പുറത്തെ അബൂലേ, അവൻ ശരിയല്ല. മോള് അവന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വെക്കണം. മോളിലെടുത്ത് അടുക്കാനെങ്ങാനും വന്നാ ചൂടുവെള്ളം തിളച്ചത് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കണം. അത് ഞാൻ ഏറ്റുമ്മ. എന്നാലും എനിക്ക് ഉമ്മാന്റെ കൂടെ കിടക്കാൻ ഒത്തില്ലല്ലോ. അതിനെന്താ മായാമണി, നാളെ നമുക്ക് രണ്ടുപേരൊക്കെ ഒരുമിച്ച് കിടക്കാം കേട്ടാ. മോളുറങ്ങി പാലടച്ച് കിടന്നോളേ. എടാ ശുക്കൂറേ, ഇന്ന് നീ ജയിച്ചു. നാളെ നീ നോക്കിക്കോ, ആ മുറി തന്നെ ഞാൻ കിടക്കും. സമയം 7:35. 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ചേട്ടാ, എന്താ പിന്നെ പറയാ. സമയം എന്തായി? ഇവിടേക്ക് എത്ര തിടുക്കത്തില്? അത്യാവശ്യമുണ്ട്. 7:40. അത്രയായോ? താമസിച്ചു പോയി. പോട്ടെ. മാട്ടുപ്പെട്ടി ചേട്ടോ, എന്തായി വെയിലത്ത് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? കമ്പനിയുടെ സൈറൻ കേൾക്കുന്നില്ലെന്നേ. കമ്പനി സൈറോ? പിന്നെ കാണാമേ, ഒത്തിരി അത്യാവശ്യമുണ്ട്.
ചേടാ രാവിലെ ഇതെല്ലാവർക്കും എന്നാ പറ്റി? ഇതെന്ത് പറ്റി? മൂന്നുപേരും നേരത്തെ വന്ന് പോസ്റ്റ് ആയിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? അല്ല, നേരത്തെ വരണമെന്ന് പറഞ്ഞിരുന്നു. ആര്, ഞാനാ? ആ, ഓ അത് ശരി. ബാ ബാ ബാ, കേറി പോര്. കൊച്ചന്തിയെ, ഓ നമ്മുടെ കൊച്ചന്തിയെ. കൊച്ചി പോരും, ഒരുങ്ങ. വരട്ട് വരട്ട്. കൊച്ച 8 മണിക്ക് വരാനാ പറഞ്ഞത്. സൈറൻ കേക്കാൻ നിന്നതാ, അത് കേട്ടപ്പോ ഞാനിങ്ങി പോന്നു. ആ, കടുപ്പത്തി 3 ചായ. പപ്പൻ ചേട്ടനും കടുപ്പത്തിലാവാലോ. എങ്ങനെയായാലും കുട്ടിക്കും. കൊച്ചന്തേ, ദാ കൊച്ചി. ഐഷമ്മ, ഓ ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല സുന്ദരി കുട്ടിയായിട്ടില്ലേ? ആ, അത്രയ്ക്ക് വലിയ സുന്ദരിയൊന്നും ആയിട്ടില്ല. 5-6 കൊല്ലം മുമ്പ് നമ്മൾ ഇതിനേക്കാൾ സുന്ദരിയായിരുന്നു. എനിക്കറിയാം. 5-6 വർഷം മുമ്പ് ഈ സാധനം മിടിക്കായിരുന്നു. എന്തായാലും ഞാൻ എന്റെ ഡ്യൂട്ടി അങ്ങ് തുടങ്ങാൻ പോവുകയാണേ. കടുപ്പത്തി ചായ, കടുപ്പം കുറച്ച ചായ, വിത്തൗട്ട് ചായ. അതെ, നാളെ വരുമ്പോ നിങ്ങൾ ഓരോരുത്തരെയും കൂടെ കൊണ്ടുവരും. ഞാൻ 2 പേരെ കൊണ്ടുവരും. ഞാൻ 4 പേരെ കൊണ്ടുവരും. പപ്പച്ചേട്ടൻ എത്ര പേരെ കൊണ്ടുവരും? ഞാൻ പപ്പൻ ചേട്ടൻ ആരെയും കൊണ്ടുവരണം. എന്റെ പപ്പൻ ചേട്ടൻ തനിച്ചിങ് വന്നാ മതി. അതാ എനിക്ക് ഇഷ്ടം. 3 വീണിട്ടുണ്ട് കേട്ടോ. ഉമ്മ, ആട്ടുകല്ലില് ഒരലെടുത്ത് കളിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കുന്നത്. ആട്ടുകല്ലിൽ ഒരല് കിടന്ന് കളിക്കണത് എന്തൊക്കെയാണ് നീ പറയുന്നത്? ഒരലല്ല, മറ്റേ പുലു ചെന്നെടുക്ക്. ഇവര് വല്ല പാഷാണം കലക്കി കൊടുക്കാവൻ. ശരി ശരി, എന്റെ ശുക്ര നീ എന്തെങ്കിലും നിങ്ങൾ ചെന്ന് വിചാരിച്ച് പറ. നോക്കുമ്പോ. മോളെ ഇപ്പൊ ഒന്ന് റൂട്ടായി വരുമ്പോ ഈ ചെറുക്കം വന്ന് ഇടയിൽ വന്ന് കയറില്ല. ദൈവമേ, എന്താടാ? ഇങ്ങോട്ട് വാടാ, പോ. കൊച്ചേ, എന്തോ? കൊച്ചു പോവാന്നോ? ഇല്ല പപ്പേട്ട, ഞാൻ ഇപ്പൊ വരാവേ. ഇവിടെ തന്നെ കാണണേ. 4 ചായ ഞാൻ തരും. എടാ, ശബ്ദം മാറ്റി സംസാരിച്ചിട്ട് തൊണ്ട മൊത്തം വല്ലാണ്ടായി. ഇങ്ങോട്ടാരും വരുവാടാ? ഇങ്ങോട്ടാരും വരുമൊന്നുമില്ല. ഹലോ ഹലോ, എന്താണ് നിന്റെ ഉദ്ദേശം? ദാ, നീ എന്തിനാണ് എന്റെ ഉമ്മാന്റെ കൂടെ കിടക്കാൻ നിർബന്ധം പിടിച്ചത്? എടാ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നും അല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഉമ്മയ്ക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറും. നിന്റെ ഉമ്മായിക്ക് നിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. നിന്റെ കാര്യത്തിലേ എനിക്കാണ് സംശയം. നിനക്ക് പ്രത്യേകം മുറി തരാന്ന് പറഞ്ഞാലാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മേലാൽ നീ വല്ല അഭ്യാസം കാണിച്ചാലല്ല എന്റെ തനി സ്വഭാവം നീ കാണേണ്ടി വരും കേട്ടോ. നോക്കി, വീടി വലിച്ചപ്പോത്തിന് എന്തൊരു സുഖം. ഈ സാധനം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോത്തിന് ശരിക്കും ഒരു എനർജി. ശരിക്കും പറഞ്ഞ എന്റെ ശബ്ദം മൊത്തം മാറും, നിന്റെ ശബ്ദം മാറും. എന്റെ കിളവന്മാരെ കിട്ടിയിട്ടുണ്ടല്ലോ, നിന്റെ ശബ്ദം മാറും. ചേട്ടാ, അവൻ കണ്ടെന്നാ തോന്നുന്നേ. നീ വേഗം കടലുട്ടിയല്ലേ, ചെല്ല്. അവൻ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലടാ. അവനൊരു പൊട്ടനാടാ. ആ, നിന്നെ ശരിയാണ്. പോലെ തന്നെ. എന്താ? അല്ല, പൊട്ടന്മാരുടെ ഇടയില ഈ പൊട്ടൻ നിൽക്കുന്നെന്ന് പറയായിരുന്നു. ആ, നീ വേഗം ചെല്ല്. മതിയത് കളാ. ഇരിപ്പുണ്ട് സ്റ്റോക്ക്. മായാമോഹിൻ. എന്താടാ? ഞാനൊരു കാര്യം കണ്ടുമ്മ. എന്തുവാ? അപ്പുറത്തെ ശുക്കൂറും ആ മായാമണിയും കൂടെ ഒന്ന് വീഡിയോ വലിക്കണമ്മ. ആ, മായാമണി വീഡിയോ വലിക്കുന്നു. സത്യമാണമ്മ, ഞാൻ കണ്ടതാ. എടാ അബു, അവര് നമ്മുടെ ശത്രുക്കളാണെന്നുള്ളത് ശരി തന്നെ. എന്ന് വെച്ചാൽ ഒരു പെൺകൊച്ച് ബീഡി വലിച്ചെന്ന് പറഞ്ഞ് കള്ളത്തരം പറയുന്നു. ബീഡി വലിച്ചു പോലും. ഐഷുമ്മ, ഈ ചായക്കടയിലെ വേസ്റ്റ് മൊത്തം നമ്മൾ എവിടെ കൊണ്ടേ കളയുന്നേ? മോളാ ചാക്കിലേക്ക് ഇട്ടാ മതി. ഈ ചാക്കിലിട്ടാ മതിയോ? വൈകുന്നേരം അമ്മ കൊണ്ട് കളയാം. അവിടെ വെച്ചാ മതി. പോകുമ്പോ ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം. കൊച്ചൊന്നും ചെയ്യണ്ട, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി കളഞ്ഞോളാം. ഇങ്ങത്താ താ.
പപ്പേട്ടൻ മാത്രം ഇതിലൊരു അഭിപ്രായം പറഞ്ഞില്ല. എനിക്കോ വേണ്ട, പപ്പേട്ടനെ കൊണ്ട് ഞാൻ കളയാൻ സമ്മതിപ്പിക്കില്ല. എന്റെ പപ്പേട്ടൻ ഇത് കളയണ്ട, ഇത് ഞാൻ തന്നെ കൊണ്ട് കളഞ്ഞോളാം. എന്താ ചെയ്യ? ഇതെന്താ ഈ കാണിക്കുന്നേ? വേസ്റ്റ് മുഴുവൻ ഇവിടെ കൊണ്ടിടുവാണോ? ഞങ്ങൾ വൈകിട്ട് കൊണ്ട് കളഞ്ഞോളാം. പോകുമ്പോ ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം. ആരും കളയണ്ട. ഇത് മോശം ഏർപ്പാടാണേ. അടുക്കള മാലിന്യങ്ങൾ അടുക്കള തോട്ടത്തിന് വളമായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ ഒരു ചാക്കിനകത്ത് പൊതിഞ്ഞ് മറ്റുള്ളവരെ മുറ്റത്തോണ്ട് വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ഇവിടുന്ന് മാറ്റണം. ഞാൻ മാറ്റില്ല. എന്ത് പറഞ്ഞാലും കൊള്ളാം, ഞാൻ മാറ്റില്ല. ഒരാളുടെ മാലിന്യം മറ്റൊരാൾ ചുമക്കണമെന്ന് പറഞ്ഞാലേ അത് നടപ്പില്ല. ഞാൻ പഞ്ചായത്തിൽ കൊണ്ടുപോയേ പരാതി കൊടുക്കാൻ പോവാ. ഡേ, നീ കൊണ്ടേ പരാതി കൊടുക്ക്. ഞാനേ പഞ്ചായത്തിൽ കൊറേ കയറി ഇറങ്ങിയതാ നിന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിട്ട്. കൊടുക്കണേ. അതെ, കടയിൽ നിൽക്കുന്ന കൊച്ചിനോട് തോന്നിവാസം പറയുന്നു. സംസ്കാരം വേണോടി, സംസ്കാരം. നിന്റെയൊക്കെ വേസ്റ്റ് ചുമക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങള്. അതെ, ദേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലാതെ കടയിൽ നിൽക്കുന്ന കൊച്ചിനോടല്ല പറയേണ്ടത്. മനസ്സിലായോ? പറഞ്ഞ നീ എന്ത് ചെയ്യും? നിനക്കെന്താ കൊച്ചുണ്ടായത്? നിങ്ങൾ ഇനി എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും ഈ വേസ്റ്റ് ഇവിടുന്ന് മാറ്റണം. ആ, മാറ്റിയില്ലെങ്കിൽ മാറ്റിക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇനി എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും ഈ വേസ്റ്റ് ഇവിടുന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ മാറ്റിക്കാൻ എനിക്കറിയാം. ഞാൻ മാറ്റത്തില്ല. എന്റെ കയ്യിലെ ക്യൂടെക്സ് പോകും. അവള് കരാട്ടയാ. നമ്മുടെ മായാമണിക്ക് എന്തെങ്കിലും പറ്റുമോ? എന്തെങ്കിലും ചെയ്യണ്ടേ? നമുക്കിതിനൊരു പരിഹാരം കാണാം. അതെ, അപ്പൊ രണ്ടുപേരും ഇത് എടുക്കില്ലല്ലോ. ഞാൻ എടുക്കില്ല. ഞാനും എടുക്കില്ല. എന്നാ പിന്നെ ഞാൻ എടുത്തോളാം. ഞാനും എടുത്തോളാം. കുറച്ചുകൂടി സംസ്കാരത്തിൽ ജീവിച്ചൂടെ? മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോ അവനവന്റെ സംസ്കാരങ്ങളാ വലിച്ചെറിയുന്നത്. അത് ഓർത്താ കൊള്ളാം. വാ ഉമ്മ. കൊള്ളാം. ഇപ്പൊ പ്രസവിച്ചതാ മോളെ. ഉമ്മായും മോളും. കൊള്ളാം മകൾ. മോള് സംസ്കാരം പ്രസംഗിക്കാൻ വന്നേക്കുന്നു. കരാട്ടക്കാരി. എന്നാലും കയ്യടി മേടിക്കുന്ന ഓളാണല്ലോ. ഓള് പറയുന്നത് കേൾക്കാൻ കുറെ ആളുകളും. എന്റെ ശുക്രേ, അവൾ ഒറ്റടിക്ക് തീർക്കാൻ എന്തെങ്കിലും ബുദ്ധിയുണ്ട് എന്റെ കയ്യില്. അവൾ അവിടെ അങ്ങനെ നിൽക്കുന്നത് നമുക്ക് അത്ര നല്ലതല്ല. ഉമ്മ, ഞാനിപ്പോ വേറെ ചില പ്രശ്നങ്ങളിലാണ്. വേറൊരുത്തനെ എങ്ങനെ ഇവിടുന്ന് കെട്ടിക്കാൻ ആലോചിച്ച് നിൽക്കുകയാണ് ഞാൻ. അല്ല, അതാരാണ് ഈ വേറൊരുത്തൻ? വേറെന്ന് വെച്ചാ അവളെ ഇവിടുന്ന് എങ്ങനെ പറഞ്ഞേക്കണമെന്ന് ആലോചിക്കുക. ഐഷമ്മ, എല്ലാ പ്രശ്നവും തീരും. ഇതങ്ങ് കൂടി ചെയ്യും. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അവളെ പറഞ്ഞു വിടാനേ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. മോളെ എന്ത് പണിയാണ് അവളെ ഓടിക്കാൻ കാണിച്ചത്? അവളെ ഓടിക്കാനായിട്ട് അവളെ ഞാൻ പ്രേമിക്കും. പ്രേമിച്ച് ഞാൻ അവളെ ഈ നാട്ടിൽ ഓടിക്കും. എന്റെ മോളെ നീ എന്താണ് ഈ പറഞ്ഞത്? പ്രേമിച്ചല്ല, അതെ. സ്നേഹിച്ച് അവളെ ഈ നാട്ടിൽ കൊടുക്കുന്ന സ്നേഹിച്ച് ഞാൻ അവളെ ഇങ്ങനെ നിർത്ത്. ഇടയ്ക്കിടയ്ക്ക് മോളുടെ ശബ്ദം മാറുന്നുണ്ട്. വേറെ വീഡിയോ അല്ലേ വലിച്ചേ? ഇന്നലെ രാത്രി ഞാൻ പേടിച്ച് സ്വപ്നം കണ്ടിട്ട് എന്നിട്ട് അപ്പന് ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് തന്നെ പേടിച്ച് ശബ്ദം മാറുവാ? മാറും. അത് ഉമ്മാക്ക് അറിയാമല്ല. മാറും. കടലേക്ക് കടലിലോട്ട് ഓ പോകാം. ചെല്ല്. ഇതൊക്കെ എന്തോ കുഴപ്പമുണ്ട്. പിന്നെ ഞാൻ ഇന്നും ഉമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. എനിക്ക് സുഖമില്ല, പേടിയാണ്. ഇന്ന് കിടന്നോ? നാളെ തൊട്ട് അവളെ അവിടെ കിടന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മായാമ്മയുടെ അടുത്തേക്ക് പോട്ടെ. ഈ ഉമ്മ എന്തിനാണ് അവന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് പണിയാവല്ലോ, എനിക്ക് പ്രാതാവണം. മായാമണി, എന്റെ പപ്പച്ചേട്ടാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? മനസ്സിൽ വെച്ച് അടക്കി എത്ര നാൾ ഇങ്ങനെ കൊണ്ടു കിടക്കും? എനിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെയും കെട്ടിയോളി പിണങ്ങി പോയതാ.
അവള് വരല്ലേന്ന് പറഞ്ഞ് പാലത്തറ അമ്പലത്തില് നേർച്ചയും നേർന്നിരിക്കുകയായിരുന്നു ഞാൻ. ആ ഞാനും കൊതിച്ചതാ. പപ്പഞ്ചേട്ടന് ഇതൊരു ആവശ്യമായതുകൊണ്ട് എന്താ ഈ ചെരുപ്പൊക്കെ ഇങ്ങനെ? അല്ലെ, ഞാൻ ഹൈ ഹീൽ ചെരുപ്പാ ഇട്ടത്, അതാ പറ്റിയത്. അല്ല, 3 പേരും ഒന്ന് നേരത്തെയാണല്ലോ. കമ്പനിയുടെ സൈറോ ഒന്നും കേൾക്കാൻ ഞാൻ നിന്നില്ല, ഞാനിങ്ങ് പോന്നു. അതെയോ? ആ സൈറൻ അടിക്കുമ്പോഴേക്കും ഞാനിങ് എത്തുകയല്ലേ. പപ്പൻ ചേട്ടാ, പപ്പൻ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോവുകയാണെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ മുഖമൊക്കെ ഫേഷ്യൽ ചെയ്ത് നല്ല സുന്ദര കുട്ടനാകും കേട്ടാ. എടി ഉരുമുട്ടോളെ, എന്തൊക്കെയായി കാണിക്കുന്നേ? എന്റെ പടച്ചോനെ, ചായക്കടയുടെ മറവിൽ എന്തൊക്കെയായി നടക്കുന്നത്? ദേ, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല. അങ്ങനെയാണെ നീ കൊണ്ട് കേസ് കൊടുക്കും. കേസ് കൊടുക്കാൻ മാത്രമല്ല, വൈകിട്ട് ഇറങ്ങുന്ന ഒരു അന്തിപത്രം ഇല്ലേ, തീപ്പന്തം, അതിൽ ഞാൻ കൊടുക്കൂടി വാർത്ത. ആ, ഇങ്ങനെ കുറെ നാണമില്ലാത്ത മണകൊണാഞ്ചന്മാര്. എന്ത് നല്ല മനുഷ്യരായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത പഞ്ചപാവങ്ങള്. അവരെ കൂടെ വഴിതിരിച്ചില്ലേടി. നീ മായാമണിയല്ല, മായാമോഹിനിയാ, മായാമോഹിനി. എന്താ എന്താ ഇവിടെ? ഐഷുമ്മ, നമ്മുടെ കടയിൽ ആള് കേറി എന്ന് പറഞ്ഞ് അവള് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഡേ, നിനക്കെന്താ സൂക്കേട്? എന്റെ കടയിൽ ആള് കയറുന്നത് എന്റെ കഴിവാ. ഡേ, നീ കൊണ്ടുവന്ന് ഇറക്കിയായിരുന്നല്ലോ ഒരുത്തിയെ, എന്നിട്ട് എന്തായി? നിന്റെ കച്ചവടം നന്നാവത്തത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ. നീ പോത്തെ, മനസ്സ് നന്നാവണം കേട്ടാ. മനസ്സ് നന്നായ ഒരുത്തി വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു ചെറുക്കനെ വെച്ചോണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ നിനക്ക് നാണം ഉണ്ടോടി? ഞാനേ പലതും നടത്തും, അതുപോലും നടത്താൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. പോടി അവിടെ. നീ പോടി, എല്ലാത്തിനും ഞാൻ അകത്താക്കും, നോക്കിക്കോ. പൊക്കടേടി, നീ പൊയ്ക്കോ. ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, നിനക്ക് കച്ചവടമൊന്നും ഇല്ലല്ലോ. അല്ലാ മോളെ മായമണി, എന്തോ? മോൾ ഇതൊന്നും കാര്യാക്കണ്ട. ഓക്ക് കച്ചവടമൊന്നും ഇല്ലല്ലോ, അതിന്റെ കേടാണ് നമുക്ക് കേട്ടാ. അല്ല, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് പരിപ്പുവട, വാഴയ്ക്കപ്പം. പപ്പൻ ചേട്ടന് പിന്നെ ഉഴുന്നോടെ ആകാല്ലേ. എന്റെ പപ്പൻ ചേട്ടന് നല്ല ഒന്നാന്തര നാടൻ ഉഴുന്ന് നല്ല ആട്ടുകല്ലിലിട്ട് ആട്ടി ഞാനങ്ങ് എടുത്തു തരട്ടോ. പപ്പേട്ട, പപ്പേട്ട എന്റെ മുഖത്തോട് നോക്കി. ഈ നാണം എന്തിനാ പപ്പേട്ടന് ഇത്ര മാത്രം? ഇങ്ങോട്ട് കുനി നിൽക്കേണ്ട കാര്യം, ഇങ്ങോട്ട് എന്റെ മുഖത്തോട് നോക്കി. ചേട്ടാ, ഈ മുഖം കണ്ടോ? ഇങ്ങോട്ട് നോക്കി. നമ്മുടെ പഴയ നടൻ ഭരത് ഗോപിയുടെ ഒരു ഷേപ്പില്ലേ, ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഭരത് ഗോപി സാർ കാണിക്കുന്നില്ല. ഇത് നോക്കി പപ്പേട്ടൻ ഇങ്ങനെ വെച്ചേ. ഇത് കണ്ടോ? ഈ കച്ചിലോറി ഒക്കെ ഇല്ലേ, ഈ കച്ചിലോറി പോകുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹെയർ സ്റ്റൈല്. പിന്നെ എന്താ? എനിക്ക് വാഴയ്ക്കപ്പം തരുന്നുണ്ടായില്ലേ? അയ്യോ, കുഞ്ഞി പിള്ളാരെ പോലെ അങ്ങ് പിണങ്ങാതെ. ഇന്നാ ഏതൊക്കെയാ പോളി? ചേട്ടന് പരിപ്പ് വട, എന്റെ പപ്പേട്ടന് 2 വട. എന്താ ദിവസമുണ്ട് കുഞ്ഞെ? വിടില്ല ഞാൻ. എന്റെ ഐഷമ്മയുടെ ചർമ്മം കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നുകയേയില്ല. അയ്യോ, എന്താണ്ട നിനക്ക് പിരാന്തായ? വെറുതെ കിടന്നാലാണ്. പോയിരുന്ന് പഠിക്കടാ, പോയിരുന്ന് പഠിക്കടാ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്തിനാണ് അതിന്റെ പേരൊക്കെ മാറ്റി വിളിക്കണേ? എന്തിനാണ് എന്റെ പേര് മാറ്റുന്നേ? ഇവൻ എന്ത് പറ്റി? പോയിരുന്ന് പഠിക്കടാ, ഭ്രാന്തൻ. എമ്മളെ കാണുമ്പോ അവനുള്ളതാ. അതെ അതെ, എന്താ ഇവന്? എനിക്ക് ഒരിക്കലും ഭയങ്കര സംശയമുണ്ട്. ഞാൻ എപ്പോ ഉമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും ഇവൻ എന്റെ പിന്നാലെ മാറില്ല. ഒന്നും പറയണ്ട എന്റെ മോളെ, ഓന്റെ പാപ്പേണ്ടല്ല, അങ്ങേരും ഇങ്ങനെ തന്നെ ഞരമ്പനാണല്ലേ? ഞരമ്പനാ. ഉമ്മാക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇല വന്ന് മുള്ളേ വീണ, മുള്ളു വന്ന് ഇല വീണാലും ഒടിഞ്ഞു പോകുന്നത് മുള്ളായിരിക്കും, അല്ല ഇലയായിരിക്കും. ഇല തന്നെ, ഇല തന്നെയാണ്. അല്ല, മുള്ളേന്ന് ഞാനാണോ ഉമ്മ മുള്ള്? ഉമ്മ ഇല അയക്കും, ഞാൻ
അല്ല ഉമ്മ മുള്ളാകെ ഞാനല്ലേ ഞാനല്ലേ എല്ലാം മുള്ളുവന ഈയാണ് ഇല ഓനാണ് മുള്ളു നിരാന്തിച്ച് ഒരു തരത്തിലും വളയ്ക്കാൻ പറ്റില്ല. കിളവനെങ്കിൽ കിളവൻ, കിളവനെ വളച്ച് 10 പൈസ ഉണ്ടാക്കാം. പപ്പേട്ടാ എന്തോ